ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണോ, അതായത് റിയാക്ഷൻ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും എനിക്കിത് കണ്ടിട്ട് എനിക്ക് രണ്ട് വാക്യങ്ങളെടുത്ത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം. നമ്മുടെ ബിഗ് ബോസിൻ്റെ കാര്യം തന്നെ, അതായത് ഫൈനലി എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അതായത് നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. അതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്തു. ഐ ആം സോ ഹാപ്പി ബിക്കോസ് എൻ്റെ മനസ്സിലുണ്ടായ ആൾ തന്നെയായിരുന്നു വിന്നറായിട്ടുണ്ടായത്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അനീഷ് വിന്നറാവും എന്നാണ്. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് അനുമോളെ ഇഷ്ടമാണ്, പക്ഷെ അനീഷിനെ ഇഷ്ടമാണ് കേട്ടോ. അനീഷിന് നല്ലൊരു ക്യാരക്ടറാണ്, അതായത് പുള്ളി നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സിനുടമയാണ്, എല്ലാം കൂടിയാണ്. പക്ഷേ എനിക്ക് ആ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് നിന്നത് അനുമോളാണ് കേട്ടോ. അനീഷ് ഇങ്ങനെ ആരെടുത്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാനോ പിന്നെ അങ്ങനെ കൂടുതൽ വഴക്കുണ്ടാക്കാനൊന്നും അനീഷ് പോയിട്ടില്ല. പക്ഷേ അനുമോൾ എല്ലാ കാര്യത്തിലും ഇടപെടും. നിങ്ങൾ തെറ്റ് കണ്ട അനുമോൾ പ്രതികരിക്കുകയും ചെയ്യും കേട്ടോ. അതായിരിക്കും അനുമോളായിരിക്കും അവിടെ ഇഷ്ടമില്ലാത്തത്. പക്ഷേ എനിക്ക് അനുമോളെ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണം അനുമോളെ എല്ലാവരും അവിടെ നിന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു. അതായത് അനുമോൾ ഒറ്റക്ക് നിന്നിട്ട് കളിച്ചതാണ് കേട്ടോ. കുറേ ആൾക്കാർ അനുമോളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോൾ പതറിയിട്ടില്ല ഗൈസ്, പതറിയിട്ടില്ല. അനുമോൾ വിന്നറായാലും അനീഷേട്ടൻ വിന്നറായാലും ഒരുപോലെയാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അനീഷേട്ടന് ഇഷ്ടം തന്നെയാണ്. പക്ഷേ അനുമോൾ ഒന്നും കൂടി വിന്നറായിട്ട് നമുക്ക് കുറച്ചും കൂടി സന്തോഷമായി. ബിക്കോസ് അനുമോളാടെ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തിട്ട് നിന്ന ഒരാളാണ്. കുറേ കാര്യത്തിൽ അനുമോളിനെ എല്ലാവരും കൂടിയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അനുമോൾ വിന്നറാവണം തന്നെയായിരുന്നു കേട്ടോ. അനുമോൾക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ വിശ്വസിച്ചിട്ടാണ് അവളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫ്രണ്ടായിട്ട് രണ്ടാൾ ആദില നൂറ ബാക്കിൽ നിന്ന് ഒരുപാട് കുത്തിയിട്ടുണ്ട്. പക്ഷെ അനുമോൾ എവിടെയും പോയിട്ട് ബാക്കിൽ നിന്ന് കുത്താൻ ആദിലും നൂറിനും കുത്താൻ നിന്നിട്ടില്ല. അതുപോലെ ശൈത്യ കട്ടപ്പയല്ല, കട്ടപ്പൻ്റെ ടട്ടപ്പ, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത്രക്കും നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഹൗസിൽ കയറിപ്പോയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. പക്ഷെ മസ്താനി പൊളിയായിരുന്നു കേട്ടോ. മസ്താനി അനുമോളുടെ കൂടെ നിന്നിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായിരുന്നു ലക്ഷ്മിയുടെ. പക്ഷേ ലക്ഷ്മി സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അതായത് അനുമോൾ വിന്നർ എന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മീൻ്റെ കണ്ണ് നിറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം കൂടെ നിന്നിട്ടുണ്ടായ ഫ്രണ്ട്സ് കൈയടിക്കാൻ പോലും മടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് വിന്നറായതിൽ കൈയടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈയടിക്കുന്ന ആൾക്കാർ ഉണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവരെ മുഖത്ത് ആ ഒരു സന്തോഷം, ഹാപ്പിനെസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നൊരാൾ ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക, കട്ടപ്പ ശൈത്യ. ഒരു റിയാക്ഷൻ വേണമല്ലോ, ഒരു സന്തോഷം കൊണ്ടൊരു ഒന്നും പോട്ടെ, ഇത്രയും കാലം കൂടെ നിന്നിട്ടുണ്ടായ ആളല്ലേ, ഒരു കൈയടിയെങ്കിലും ആവായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റീഎൻട്രിയിൽ വന്ന ആൾക്കാർ അനുമോളെ അറ്റാക്ക് ചെയ്തത്, അതായത് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പേഴ്സണലി. അതായത് ആടെ റീഎൻട്രി വന്നതിന് ശേഷമാണ് ആദില ആടെ ഒരു ബോംബ് പൊട്ടിച്ചത്. അനുമോൾ PR-ൻ്റെ നമ്പർ തന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് ആദിലക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതായത് പുറത്തുനിന്ന് വന്ന ആൾക്കാരോ പറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ അനുമോളെ സപ്പോർട്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവളങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതായാലും സീസൺ 7 നല്ലൊരു വിന്നർ തന്നെ സെലക്ട് ചെയ്തു. അതിൽ ഞങ്ങളെല്ലാവരും സന്തോഷമാണ്. പിന്നെ അനീഷേട്ടൻ്റെ കുറേ ഫാൻസുകളൊക്കെ ഉണ്ടാവും, അനീഷ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അനീഷേട്ടനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അനീഷേട്ടൻ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അനീഷേട്ടനെക്കാളും കൂടുതൽ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് നിന്നിട്ടുണ്ടായത് അനുമോൾ തന്നെയാണ്. അതിനൊരു മാറ്റമില്ല കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എനിക്ക് കുറച്ചെങ്കിലും അങ്ങനെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ പിന്നെ ഓക്കെ, സീ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.